എല്ലാവർക്കും ഗൈസ്. എല്ലാവർക്കും ഹായ് 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 ഹലോ 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 ഹലോ. എല്ലാവർക്കും ഹായ് ഗൈസ്. എല്ലാവർക്കും ഹലോ ഹലോ ഹലോ. സോറി ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും ഹായ് ഗൈസ്. Ambro bro, thank you so much for the membership. SNX Madara, thank you so much for the membership. Ambro bro, thank you so much for the first super chat. The super chat. Ambro bro, thank you. Group Gaming bro, thank you so much. Abdul Waris bro, thank you so much for the membership. Guys, എല്ലാവർക്കും welcome to the stream. ഇന്ന് പൊളിക്കണം ഗൈസ്. എനിക്ക് നിങ്ങളോടൊക്കെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഡെട്രോയിഡ് ഞാൻ ഒരുപാട് ഗ്യാപ്പ് എടുക്കാതെ RDR കളിച്ചപ്പോൾ ഒത്തിരി ഗ്യാപ്പ് വന്നു. ഒരുപാട് ഗ്യാപ്പ് ഇല്ലാതെ ഞാൻ ഒന്നിടോട്ടെങ്കിലും സ്ട്രീം ചെയ്ത് തീർക്കും. വേറെ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൈസ് വന്നിട്ട് ഈ ഡെട്രോയിഡ് സ്ട്രീം ചെയ്യുമെന്ന് പറയല്ലേ ഗൈസ്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഡെട്രോയിഡ് കാണാൻ വരുന്ന സമയത്ത് വേറെ ഗെയിംസ് കളിക്കാൻ പറഞ്ഞിട്ട് ആൾക്കാർ ചാറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബാഡ് ആവില്ലേ? അതുപോലെയാണ്. അപ്പൊ അത് ഭയങ്കര ശോകമാണ്. അത് ചെയ്യല്ലേ ദയവേത്. അത് കാണുമ്പോൾ തന്നെ എന്താ പോലെ. റോയ് ഡൊമിനിക് ബ്രോ, താങ്ക് യു സോ മച്ച് ₹20. അബ്ദുൽ വാരിസ് ബ്രോ, ഗിഫ്റ്റഡ് 1 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ്. താങ്ക് യു ബ്രോ, താങ്ക് യു. Adil bro, thank you so much for the 6-month membership. Thank you. Hi Vasana, F4 Rolex, hi. Bro, കോട്ടയത്താണോ? അല്ലല്ല, എന്റെ വീട് പത്തനംതിട്ട. എന്നാ മലയാളി. ഓ, ബാക്കി ചാറ്റിലുള്ളവന്മാരെല്ലാം തമിഴന്മാരാണല്ലോ. എന്തിനാ നിനക്ക്? ഗൈസ് എല്ലാവർക്കും സ്ട്രീം അണ്ണാ ഒരു മെമ്പർഷിപ്പ് ഒരു മന്ത് മുടങ്ങിപ്പോയെന്ന്. അയ്യോ, അതൊന്നും സീനില്ലടാ. ഞാൻ ഒരു മന്ത് വലുതായിട്ട് ആക്റ്റീവ് അല്ലായിരുന്നല്ലോ. ഈ എപ്പിസോഡ് തൊട്ട് കണ്ടാ വല്ലതും മനസ്സിലാകുമോ? ഇല്ല, ഈ എപ്പിസോഡ് കണ്ടിട്ട് കഴിഞ്ഞ 2 എപ്പിസോഡ് വല്ല ചോറ് കഴിക്കുമ്പോഴോ കക്കൂസി പോകുമ്പോഴോ വല്ല ഇരുന്ന് കണ്ടാ മതി മോനെ. സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ആണോ ഫുഡിയോ? ഇല്ലടാ, ഇതാ എന്റെ ഫുഡ്. എങ്ങനെയുണ്ട് ബ്രോ ഇത്രയും കളിച്ചിട്ട്? അയ്യോ, കിടിലം ഒരു രക്ഷയില്ല. കിടിലം സാധനമാണ്. ഗെയിമറൊക്കെ ആയിട്ട് താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് ഇടാം. ഷുണ്ടാപ്പൻ, താങ്ക് യു സോ മച്ച് 40. അണ്ണാ ലവ് യു. എന്റെ പേര് ഷുണ്ടാപ്പൻ. പരിചയപ്പെട്ട സന്തോഷം. വെൽക്കം ടു ദ സ്ട്രീം. അലർജി ബ്രോ, താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. കാരണം സ്ക്വിഡ് ഗെയിം കണ്ടോ? എടാ ഞാൻ സെക്കൻഡ് കണ്ടില്ലടാ സ്ക്വിഡ് ഗെയിം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് എനിക്ക് കണ്ടു തുടങ്ങിയപ്പം ഒരു 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 ഇത് തോന്നിയില്ല. മനസ്സിലായ? അതാണ് എണ്ണ വന്നേ. നെറോട്ടാടാ, താങ്ക് യു സോ മച്ച് 40. SG സായിജ് ബ്രോ, താങ്ക് യു സോ മച്ച് ₹40 സൂപ്പർ ചാറ്റ്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു സെറ്റായോ? ഫുഡ് കഴിച്ചു. ദിലിനെ അതാരാ? ജാസ് മുഹമ്മദ്, വെൽക്കം ടു ദ സ്ട്രീം. മുഹമ്മദ് ഹദിയം, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ. ടൈറ്റൻസ് ബ്രോ, താങ്ക് യു സോ മച്ച് 20. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. കുഞ്ഞോ ഉറക്കോ ഗൈസ്? കുഞ്ഞോ ഉറക്കോ? അവനോ കിടന്ന് ഉറങ്ങട്ടെ. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ആണാ സൂപ്പർ ചാറ്റ് ചെയ്യാൻ ഫണ്ടില്ല. മന്തിന്റെ ആയില്ലേ കുറച്ച് ടൈറ്റ് ആണ്. അയ്യോ, അത് കുഴപ്പമൊന്നുമില്ല ബ്രോ. സൂപ്പർ ചാറ്റ് ചെയ്യണമെന്നില്ല. ജിമ്മി പോയ സീസൺ 3 കൊള്ളാം. സീസൺ 3 എങ്ങനെ ഉണ്ട്? കൊള്ളാം, അടിപൊളിയാണോ? വെയിറ്റ് ലോസ് ആയണോ? ഞാൻ 2 കിലോ കുറഞ്ഞടാ. 2 കിലോ കുറച്ച് 80 78 ആയി. അപ്പൊ ഗൈസ് എല്ലാവർക്കും ഞാൻ S3 സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. എപ്പിസോഡ് 1. ഓക്കെ. ഗൈസ് എല്ലാവർക്കും ഗൈസ് കൺട്രോളർ സെറ്റ് ആക്കി. എനിക്ക് കൺട്രോളർ കളിച്ചിട്ട് എനിക്ക് ഒട്ടും പറ്റണില്ല. എനിക്ക് കൺട്രോളറിനേക്കാളും കുറച്ചുകൂടെ നല്ലത് കീബോർഡും ഇതാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് കൺട്രോളറിൽ ഇത് അങ്ങോട്ട് കളിക്കാൻ പറ്റണില്ല. കളിച്ചിട്ട് ഒരു സുഖം തോന്നുന്നില്ല സത്യമായിട്ട്. ഇത്ര നാളെ കീബോർഡിൽ ഇത് കളിച്ചിട്ടേ എനിക്ക് കൺട്രോളറിൽ പറ്റണില്ല. ഞാൻ ഇതിൽ തന്നെ കളിച്ചോളൂ. അതാണ് നല്ലത്. എനിക്ക് ഇതിൽ തന്നെ കളിക്കാനാണ് നല്ലത്. വെറുതെ പെട്ടെന്ന് മാറ്റി ഞാൻ കോംപ്ലിക്കേഷൻ ആവും. മിസ്റ്റർ ബീസിന്റെ വീഡിയോ ഏതാ? നിങ്ങൾ മറ്റേ ജിമ്മിന്റെ വീഡിയോ ആണോ? എടാ അത് ഞാൻ കണ്ടു കേട്ടാ. ജിമ്മിന്റെ വീഡിയോ നിങ്ങൾ ഗൈസ്, ഒരാളുടെ ബോഡി ട്രാൻസ്ഫോർമേഷന്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ മിസ്റ്റർ ബീസിന്റെ വീഡിയോ കയറി കാണണേ ഗൈസ്. എന്റെ അമ്മോ, അത് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആക്കി, എന്നെ ഇമോഷണൽ ആക്കി. അത് ഞാൻ ഇതൊന്നും പറയണില്ല അല്ലെ. സ്റ്റോറി ബേസ് ആണ്. അതിനകത്തൊരു സംഭവം ഉണ്ട്. നിങ്ങളെ നന്നായിട്ട് വിഷമിപ്പിക്കുന്നതും മോട്ടിവേറ്റഡ് ആക്കുന്നതും എല്ലാം ഉള്ള ഒരു വീഡിയോ ഉണ്ട്. മിസ്റ്റർ ബീസിന്റെ പുതിയ മറ്റേ ഒരാളുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കയറി കാണണേ. നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടും പല കാര്യങ്ങൾക്ക്. സത്യം പറയാലോ, എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് വിഷമവും സങ്കടമൊക്കെ വന്നു. സത്യം പറയാം. കാണാത്തവര് പോയി കണ്ടു നോക്ക്. കിഡിലും വീഡിയോ ആണ്. ഞാനത് ഇറങ്ങിയത് അന്ന് തന്നെ ഉണ്ട്. അതെന്റെ ബർത്ത്ഡേ അന്നാന്ന് തോന്നുന്നു ഇറങ്ങിയത്. എന്റെ ബർത്ത്ഡേ അന്നാ ഇറങ്ങിയത്. സച്ചി ബ്രോ, താങ്ക് യു സോ മച്ച് ₹40 സൂപ്പർ ചാറ്റ്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ പിന്നെ ഇനിയിപ്പം അധികം വൈകിപ്പിക്കണ്ട. ഇതെന്താ ബ്രോ? ഇത് ഷെയർ ചെയ്യണേ. അർജന്റ് ആണ്. എന്റെ കസിൻ ആണ്. പെട്ടെന്ന് സർജറി വേണമെന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ക്യാഷ് ഇതുവരെ സെറ്റ് ആയില്ല. 19 ജൂണിനാണ് ഇത് 50 ലക്ഷം രൂപയാണ് ചിലവ്. ഇതിപ്പോൾ പോസ്റ്റർ ഡേറ്റ് 16 ജൂൺ 2025. ഗൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് സഹായിക്കുക. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ലെറ്റ്സ് ഗോ. അതെ. റെഗുലർ ഉണ്ടാവും. നോക്കട്ടെ. റെഗുലർ ഉണ്ടാവും. പിന്നെ റെഗുലർ ഗൈസ്. പിന്നെ വേറൊരു കാര്യം, എന്താ, കുറെ പേര് കമന്റ്സില്
സജഷൻ ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് ഡിസിഷൻ എടുക്കുമ്പോ ഞാൻ വേറെ ആൾക്കാരുടെ സഹായം മേടിച്ച് ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള ഒരു ഇത് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി. എന്നുവെച്ചാ അവൻ എല്ലാ ഗെയിംസിലും എന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിൽ പറയണതാ. പക്ഷെ ഞാൻ ഡിസിഷൻ എന്റെ രീതിയിൽ തന്നെ എടുക്കണേ. അപ്പൊ ഇനി അത് ശ്രദ്ധിക്കാം. എന്റെ ഇതിൽ തന്നെ ഞാൻ ഡിസിഷൻ എടുത്ത് ഇതാക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് അത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കേസ് അങ്ങനെ. പിന്നെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞ കേസ് രഘുലിനെ പറ്റി ബാഡായിട്ട് പറയല്ലേ. എനിക്കത് കാണുമ്പോൾ അവനും ചിലപ്പോൾ വിഷമമാവും. അപ്പൊ രഘുലിനെ പറ്റി ബാഡായിട്ട് കമന്റിൽ ഇങ്ങനെ കുറെ പേര് പറയുമ്പോൾ അവന് വരാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒക്കെ പോകും. പക്ഷെ അവൻ ആകെ ഒരു ഹാർഡ് ടൈമിലാണ് ദുബായിൽ നിൽക്കുന്നത്. അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആൾക്ക് ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റാത്ത പോലെ നല്ല വിഷമമുണ്ട് അവന്. അപ്പൊ അവൻ അവിടെ അത്ര ഷോക്ക് അടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനൂടെ പറഞ്ഞിതാക്കുമ്പോ അവൻ ഇത് ഇങ്ങോട്ട് വരാൻ പോലും തോന്നൂല. അതുകൊണ്ടാണ്, വേറെ ഒന്നും ശരിയല്ലേ. അപ്പൊ എല്ലാവർക്കും വെൽക്കം. ശ്രീഞ്ഞ രഘുലിനെ ഒന്ന് വിളിക്കട്ടെ. എല്ലാവരുടെ അറ്റാണല്ലോ. യൂസറിനെ വരുന്നുണ്ട് സൂപ്പർ ചാറ്റ്. ഹലോ സർ. ഹായ് കോച്ച്. ഡെട്രോയിഡ് കോച്ച്. ഇതിപ്പം എല്ലാവരുടെയും യൂസറിനെയും അറ്റാ വരുന്നത്. അതെനിക്ക് അറിഞ്ഞൂടാ എന്താണെന്ന്. പുതിയ അപ്ഡേഷൻ ആണോന്ന് അറിഞ്ഞൂടാ ഗൈസ്. പുതിയ ന്യൂ അപ്ഡേറ്റ് ആണോ? അളിയ ഓൺ ദ വേ അളിയാന്ന് മെസ്സേജ് അയക്കുന്നു. എപ്പോ വരും? ആണാ ചേച്ചിയുടെ ട്രെൻഡ് റീല് കണ്ടോ? ദേവൂട്ടനുണ്ടെന്ന്. അതേതാ ഇതാക്കുന്ന വീഡിയോ? ആളിപ്പോ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. റീൽസോളിയാണ്, റീൽസോളി. ഓ അത് 851 അല്ലേ അത്? അപ്പൊ കേസ് എല്ലാവർക്കും ഹായ് 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 ഈഗിൾ ബ്രോ. യോ ഡെട്രോയിഡ് വീഡിയോ സോ പൊളി. ഞാൻ വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങി. കീപ് ഗോയിങ്. റോവിംഗ് ഹണ്ടർ ഗെയിമിംഗ്, താങ്ക് യു സോ മച്ച്. 100. അപ്പൊ നമുക്ക് തുടങ്ങാം ഗൈസ്, തുടങ്ങാം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഫക്കിംഗ് ഗോ. ഡേ 3, ഡേ 2, ഡേ 1 മിസ്സാക്കിയവര് ഡു വാച്ച് 2 എപ്പിസോഡ്സ്. ഒന്നും പറയാനില്ല. ഞാൻ ഇതുവരെ ഒരു സ്റ്റോറി മോഡ് ഗെയിംസും ഇത്ര ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ റെഗുലർ വന്ന് സ്ട്രീം ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് കളിക്കാൻ തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ തോന്നിപ്പിച്ച ഒരു കളി എന്ന് പറയണത് ഇതാണ്. ആ ഗെയിം ഡിലീറ്റ് ആക്കി കളഞ്ഞു കേട്ടോ, അറിയാതെ. സ്റ്റീം എന്റെ സ്റ്റീം ഓപ്പൺ ആവണില്ല. പക്ഷെ ഗെയിംസ്. അപ്പൊ ലെറ്റ്സ് ഗോ എപ്പിസോഡ് 3. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. അപ്പൊ എല്ലാവരും ലൈക്ക് ദ സ്ട്രീം. ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിച്ച് CyberLife, the company that manufactured me, is conducting a user survey. Would you like to participate? Surveyo? CyberLife conducted a survey to know what users think. What do you want? Do you want to participate in survey? Survey participate ചെയ്യട്ടെ? Thank you so much for the 100 for Regul bro. Pinnalla, thank you. Yes. Great. Let's start. Would you consider having a relationship with an android that looks like a human? Relationship with the android looks like a human. ചില റോബോട്ട്സിന്റെ അടുത്ത് നമുക്ക് തോന്നാറില്ലേ, ഇപ്പൊ ഇതിനകത്ത് കണ്ടതിലുള്ള അവരുടെ ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട് യു കൺസിഡർ ഹാവിങ് എ റിലേഷൻഷിപ്പ് വിത്ത് ആൻഡ്രോയിഡ് ദാറ്റ് ലുക്ക് ലൈക്സ് എ ഹ്യൂമൻ. ഹ്യൂമൻ ആയിട്ട് തരത്തില്ല, എന്നാലും നോ അല്ല അത്ര മനുഷ്യനായി. technology could become a threat to mankind? Technology could become a threat to mankind? No. ഒരു പരിധി വരെ, ഒരു പരിധിക്ക് ശേഷം. If you had to live on a deserted island and could only bring one object, what would it be? എന്താ? If you had to live on a deserted island and could only bring one object. ഒരു ഡെസേർട്ടഡ് ഐലൻഡിൽ താമസിക്കേണ്ട വന്നാൽ നിങ്ങൾക്ക് ഒരു സാധനം കൊണ്ടുവരാൻ പറ്റത്തുള്ളെങ്കിൽ എന്ത് കൊണ്ടുവരും? എ ബുക്ക്, എ സെൽഫോൺ, പെൻ ആൻഡ് എ പേപ്പർ, എ കൺസോൾ, എ ഇൻസ്ട്രുമെന്റ്. സെൽഫോൺ തിരിച്ചെങ്കിലും വരണ്ടേ, എന്തെങ്കിലും കണ്ടിരിക്കട്ടെ, സമയം പോണ്ടേ. Do you consider yourself dependent on technology? Do you consider yourself dependent on technology? Yes, ഉറപ്പായിട്ടും. ഈ ഗെയിം കളിക്കുമ്പോൾ ഇമോഷൻസ് കണക്ട് ആണെങ്കിൽ മനസ്സിൽ തോന്നുന്ന ഡിസിഷൻ മാത്രം ചൂസ് ചെയ്ത് കളിച്ച് നോക്ക്. ഡിസപ്പോയിന്റ്മെന്റ്, എക്സൈറ്റ്മെന്റ് എല്ലാം കൂടി ഒരു അവിയൽ പരുവം ഫീൽ ചെയ്യും. ഉറങ്ങുമ്പോൾ വരെ ആലോചിക്കും. കമന്റ്സ് ഒഴിവാക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഗെയിമിംഗ് കൺസൾട്ടന്റ് ബ്രോ. താങ്ക് യു സോ മച്ച്. Do you consider yourself dependent on technology? Yes. What technology do you most anticipate?
നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ടെക്നോളജി എന്താണ്? ആൻഡ്രോയിഡ്സ്, ഫ്ലൈയിങ് കാർസ്, സ്പേസ് ടൂറിസം, ബ്രെയിൻ കണക്റ്റഡ് ഡിവൈസ്. ആൻഡ്രോയിഡ്സ്, ഫ്ലൈയിങ് കാർസ്. Do you believe in God? ദൈവത്തിൽ വിശ്വാസമുണ്ടോന്ന്? ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ അത് ഹിന്ദുക്കൾക്കൊരു ദൈവം, ക്രിസ്ത്യാനികൾക്കൊരു ദൈവം, മുസ്ലിങ്ങൾക്കൊരു ദൈവം എന്ന് വിശ്വാസമില്ല. ഒരു സൂപ്പർ എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. യെസ്. Would you let an android take care of your children? വുഡ് യു ലെറ്റ് ആൻ ആൻഡ്രോയിഡ് ടേക്ക് കെയർ ഓഫ് യുവർ ചിൽഡ്രൻ? ഒബ്വിയസ്ലി യെസ്. ഞാൻ ഉറപ്പായിട്ടും ഇങ്ങനെ ടെക്നിക്കൽ അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് ഗെയിംസ് ഇങ്ങനത്തെ കുറെ എന്റെ ഇത് തന്നെ നോക്കിയാല് ശരിക്കും പറഞ്ഞാൽ നമ്മള് ടെക്നോളജി ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പൊ ഈ എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്. ലൈക്ക് നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഈ വണ്ടർലയിലെയും മറ്റേ ഇതിലേക്ക് റൈഡിനകത്ത് കയറുന്നേ? അത് പൊട്ടി വീഴത്തില്ലെന്നുള്ളൊരു വിശ്വാസം. ഓവറാക്കല്ലെന്നോ? എടാ, നിന്റെ ഒന്നും ഇഷ്ടത്തിന് എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല, മനസ്സിലായ? നിന്റെ ഒന്നും നിനക്കൊക്കെ ഇഷ്ടപ്പെടേണ്ട രീതിയിൽ മറുപടി എന്റെ വായിന്ന് കേൾക്കൂല. എന്റെ അഭിപ്രായം ഞാൻ പറയും, മനസ്സിലായ? അത് നിനക്ക് വേണമെങ്കിൽ നീ അങ്ങ് തൊണ്ടയിലോട്ട് വിഴിഞ്ഞാ മതി. അത് എന്നത് പറയണം, എന്ത് പറയണമെന്ന് എന്നോട് പറയാൻ പറയരുത്. അങ്ങനെ കേട്ട് പേടിച്ച് പറയണവന്മാരുണ്ടാവും. ഞാൻ അമ്പലം കണ്ടാലും പള്ളി കണ്ടാലും ക്രിസ്ത്യൻ മണ്ഡലം കണ്ടാലും ഈശ്വര ഭഗവാനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എനിക്ക് അതിന്റെ അപ്പുറത്തോട്ട് എനിക്കൊരു മതവും ജാതിയും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല, മനസ്സിലായ? അതാണ് ഞാൻ പണ്ടോട്ടേ അങ്ങനെയാ. ഞാൻ ഇതിനു മുമ്പും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വിട്, നീ എന്റെ തൊള്ളയിലോട്ട് കയറ്റിത്തരല്ലേ? യെസ്, ഉറപ്പായിട്ടും. How much time per day would you say you spend on an electronic device? 24 24 hours. ഒന്നീ PC അല്ലേ മൊബൈൽ? മോർ. If you needed emergency surgery, would you agree to be operated on by a machine? If you need an emergency surgery, would you agree to be operated by a machine? അപ്പൊ എനിക്ക് പേടിയാ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഹോസ്പിറ്റലും അതെല്ലാം പേടിയാ. അപ്പൊ ഒരു ടെക്നോളജി ഫ്യൂച്ചർ മേ ബി ഇൻ ഫ്യൂച്ചർ അല്ല കോച്ച്, ഇപ്പോഴും ഉണ്ട് കോച്ച്. അത് ഇലക്ട്രോണിക് റോബോട്ടിക് ആം വെച്ച് സർജറി ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്.